ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതു ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നീതു ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തു. പിന്നെ കുറച്ച് കടുക് ഇട്ടു, അതൊന്ന് പൊട്ടിയപ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു 4 മീഡിയം സൈസിലെ സവാള ഒന്ന് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ഇട്ടു. അത് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കേട്ടോ. പിന്നെ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വാടിയപ്പോഴേക്കും അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഉപ്പ് പാകത്തിന് ചേർത്തു. പിന്നെ ഞാൻ കുറച്ച് 3 കോഴിമുട്ടയും പിന്നെ കുറച്ച് കാടമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഞാൻ റെഡിയാക്കി എടുത്ത് ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം അപ്പച്ചട്ടിയിലൊഴിച്ച് ചുറ്റിച്ച് അടച്ച് വെച്ച് അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ. അപ്പോൾ പാലും വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് അപ്പോൾ ചായപ്പൊടി ഇട്ടു കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ആവശ്യത്തിന് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് അപ്പം എടുത്തു. പിന്നെ ഒരു ഗ്ലാസ്സിൽ ചായ ഒഴിച്ചു. പിന്നെ നമുക്ക് മുട്ടക്കറിയും കൂടെ ഇതിൽ വയ്ക്കാം. പിന്നെ പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്കൊന്ന് കടയിൽ പോകണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതേ നമ്മൾ ഇവിടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ട്. അതുപോലെ പച്ചക്കറി വാങ്ങി. അപ്പോൾ നമ്മൾ ഫിഷ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെമ്മീനും അതുപോലെ ഞണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീട്ടിൽ പോയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. കുറച്ച് ഫ്രിഡ്ജിലൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിനടുത്തുള്ള പള്ളിയിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ ടോയ്സിൻ്റെ കടയും അതുപോലെ സ്വീറ്റ്സിൻ്റെ അങ്ങനത്തെ ഷോപ്പുകളൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഉത്സവത്തിന് വേണ്ടിയിട്ട് മാത്രം വയ്ക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും ഒരു 12:30 ആയിട്ടുണ്ട്. പക്ഷേ ദേ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുക. നല്ല നല്ല ഇപ്പോൾ ശരിക്കും 12:30ക്ക് നല്ല വെയിൽ വരേണ്ട സമയമാണ്. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെ വെയിലൊന്നും ഇല്ല. ഇങ്ങനെ മഞ്ഞായിട്ട് ഭയങ്കര മൂടി കിടക്കുകയാണ്. നല്ല ഒരു തണുപ്പുള്ളൊരു പ്രത്യേക ഒരു ക്ലൈമറ്റാണ് കേട്ടോ. ചൂടുമല്ല, ഭയങ്കര തണുപ്പുമല്ല, എങ്കിലും നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. കണ്ടില്ലേ, നമുക്കൊരു കടച്ചക്ക കിട്ടി. അപ്പോൾ ഇനി നമുക്കിതിന് തീയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. എന്നിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി ഒന്ന് എടുത്തു. ഇനി നമ്മളിപ്പോൾ കടച്ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തു. പിന്നെ 2 മീഡിയം സൈസിലെ സവാളയും കൂടെ കട്ട് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തു. പിന്നെ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം കേട്ടോ ചേർത്ത് ഇനി നമുക്കത് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഞണ്ടും ഒരു ചീനച്ചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് വെറുതെ ഞണ്ട് കഴുകി നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതിൽ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടച്ചക്ക തീയലിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയതൊന്ന് ഒരു പാനിലൊന്ന് ഇട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് തേങ്ങ, ഏകദേശം ഒരു മീഡിയം സൈസിൽ ഒരു തേങ്ങ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ടു. അതിലേക്ക് ഞാൻ 2 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ചേർത്തു. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം പുളിയുടെ പീസ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ നമുക്കിനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുമ്പോൾ ഞാൻ കുറച്ച് പെപ്പറും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കടച്ചക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് കടുക് പൊട്ടിച്ചിട്ടോ ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി കുറച്ച് ചെമ്മീൻ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ അതുപോലെ സവോള, മീഡിയം സൈസിലെ ഒരു സവോള എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്തൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി തേങ്ങ, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് നമ്മുടെ കോക്കനട്ട് ഓയിലും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്കും ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തു. ഞണ്ട് തോരന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, അതുപോലെ അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് നേരത്തെ ചേർത്തതുപോലെ തന്നെ കുറച്ച് ജീരകവും കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ഞണ്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 3 മണിയൊക്കെ ആയപ്പോഴൊന്ന് ലഞ്ച് കഴിച്ചത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശന്നു. പിന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു
വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കടച്ചക്ക തന്നെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കടച്ചക്ക കൊണ്ടിട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അത് കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. ശർക്കര പാനി ചേർത്തിട്ടുണ്ട് അതിലേക്ക്. അതും ചേർത്ത് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പഴത്തിൽ നമുക്ക് ഉണ്ടാക്കാം, ഏത്തപ്പഴത്തിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.